ഇഡ്ഡലിയാ? നിനക്ക് ഇഷ്ടാണല്ലോ ഇഡ്ഡലി. ഇഷ്ടാണെന്ന് വെച്ചാൽ എന്ന് ഇത് തന്നെ ഉണ്ടാക്കിയാലോ? അതിന് ഇന്നലെ അപ്പമായിരുന്നില്ലേ? എന്ന് വെച്ചാൽ ഇന്ന് ഇഡ്ഡലി കഴിക്കണമെന്നുണ്ടോ? എനിക്ക് ഇഡ്ഡലി കഴിക്കാൻ മൂടില്ല. പാല് പാടിട്ടിരിക്കുന്നു. അതങ്ങ് അരിച്ചു കളഞ്ഞാ പോരെ. പപ്പാ, ഈയിടെ മമ്മിയുടെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ മോശമാ. അതെ അതെ, അവിടെ പോയി കഴിക്കണമെങ്കിൽ അത് പറഞ്ഞാ പോരെ. എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാൾ ഇവിടെ ഉണ്ട് അല്ലേ അച്ചായ? ഈ ത്യാഗത്തിനൊക്കെ എന്റെ പപ്പയ്ക്ക് സ്വർഗരാജ്യത്തിൽ ഒരു സീറ്റ് ഷുവറാ. അപ്പൊ ശരി, ഓക്കെ, ബൈ. പിന്നല്ലാതെ പുട്ടിന്റെ മീൻകറിയുടെ മണം അങ്ങോട്ട് അടിച്ചിട്ട് എനിക്ക് സഹിക്കാൻ മേല. അവിടെ ആണെങ്കിൽ ഡെഡ്ലി പാടകെട്ടിയ പാല് കാളക്കണ്ണൻ. ആ, ബുൾസായി. ഇതെന്താ ഇവിടെ ഒരാള് കെമിസ്ട്രി ബുക്ക് പോയ അണ്ണാനെ പോലെ മുഖവും വെറുപ്പിച്ചോണ്ടിരിക്കുന്നത്? കെമിസ്ട്രി ബുക്ക് പോയ അണ്ണാനെ പോലെയോ? അണ്ടി പോയ അണ്ണാനെ പോലെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് സണ്ണിച്ചായ, നമ്മുടെ പുന്നാരമോൻ കൈവിട്ടു പോയോന്നൊരു സംശയം. അതെന്നാ മോളെ പോയോയ്ക്ക് ഇത്രോ നീട്ടം? എന്ത് പറ്റി? ഇന്ന് രാവിലെ പുതിയതായിട്ട് ഡീസന്റ് ആവാൻ തുടങ്ങിയില്ലേ, അതുവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഈ മുകളിലെ ബെഡ്റൂമിനോട് ചേർന്ന് റോഡിലേക്ക് ഒരു ബാൽക്കണി ആവശ്യമുണ്ടോ സണ്ണിച്ചായ? നമുക്കതൊന്ന് അടച്ചു കെട്ടിയാലോ? ഇവൾ എന്തൊക്കെയായി പറയുന്നത്? ഒരു കാര്യമില്ലാതെ സോന വെറുതെ ഒന്നും പറയില്ലെന്ന് നിങ്ങൾക്കറിയാലോ. പയ്യന്റെ പ്രായം അത്ര ശരിയല്ല. ഇവളോട് ആരാ ഇവിടെ വന്ന് പുട്ടടിക്കാൻ പറഞ്ഞേ? നിനക്ക് വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ലേ? കണ്ടോണ്ടോ, കാര്യം പറയുമ്പോ ചൂടാവുന്നുണ്ടോ? അല്ലെങ്കിൽ വേണ്ട, ഇപ്പൊ പറഞ്ഞാൽ ശരിയാവില്ല. ഏതുവരെ പോകുന്നു നമുക്ക് നോക്കാം. എന്നിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. മോനെ കഴിച്ചിട്ട് പോടാ. എനിക്കൊന്നും വേണ്ട, ഇവളോട് കഴിച്ചാൽ ശരിയാവില്ല. അയ്യേ, ഈ ഡ്രസ് ഇട്ടോണ്ട് നീ കോളേജിലേക്ക് വരുന്നത്? ഇതിനെന്താ കുഴപ്പം? കുഴപ്പം മാത്രമേ ഉള്ളൂ. ഓഫുൾ. നിനക്ക് ഇത്ര കളർ സെൻസ് ഇല്ലാതെ പോയല്ലോ. അതെ, പെട്ടെന്ന് ഇതൊക്കെ ഉരുട്ടി വിഴുങ്ങി കേട്ടിട്ട് വേറെ മനുഷ്യന്മാരുടെ എന്തെങ്കിലും ഡ്രസ് ഇട്ടോണ്ട് വാ. ഓയ്, ഈ ഡ്രസ് ഇട്ടിട്ട് എന്റെ കൂടെ വരുന്നവർ മാത്രം വന്നാ മതി. വരുന്ന പ്രശ്നമില്ല. പക്ഷെ അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഇതൊക്കെ നാട്ടുകാർ കാണുന്നല്ലോ. എടാ, ഈ ഡ്രസ് ഇവൾക്ക് നന്നായി ചേരുന്നുണ്ടല്ലോ. മാക്രിക്ക് കോട്ട് ഇട്ട് കൊടുത്ത പോലെ ഉണ്ട്. എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് ഇഷ്ടമല്ലാത്ത ഡ്രസ് ഇട്ടോണ്ട് നീ എന്തിനാ എന്റെ കൂടെ വരുന്നത്? അന്ന് വാങ്ങുമ്പോ നീ തന്നെയല്ലേ ഇത് സെലക്ട് ചെയ്തത്, നന്നായിരിക്കും പറഞ്ഞു. അത് ഇടേണ്ടവരിട്ടാ നന്നാവും. എനിക്കെന്താ കുഴപ്പം? നീ കണ്ണാടിയിലോട്ട് നോക്ക്. നീ പ്രേത പോലെ ഉണ്ട്. ശരി ശരി ശരി, നമുക്കൊരു കോംപ്രമൈസിലെത്താം. ഇതിലൊന്നും തൊട്ടു. നീ അല്ലടാ മോളെ, മോളിൽ നിന്ന് തൊട്ടെ. ഇത് പാരയാ? ഒരു പാര ഇല്ല. ഇല്ല, മോള് തൊട്. ശരി, പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഡ്രസ് ബോക്ക് ചേർന്നില്ല. ഇത് മാറിയിട്ടേ പറ്റൂ. വെരി സോറി. ആ ശർമ്മ വിളിക്കും, എന്റെ മൊബൈൽ ട്രൈ ചെയ്യാൻ പറ. ശരി. ഇത് എന്നതാ ഇത്? ഇതിനിടയിൽ പിന്നെ ഉടുപ്പ് മാറിയോ? മാറി മമ്മി, മാറി. ബൈ മമ്മി. ബൈ. ബൈ പീതാംബര. ഈ ഡ്രസ് കൊള്ളാം. എന്താ ഇതെന്താ ഹോട്ടൽ വെയിറ്റർമാരുടെ യൂണിഫോം പോലെ? ഇത് എവിടുന്ന് കിട്ടി നിനക്ക്? പോയി മാറിയിട്ട് വാ. ഇതിന് ഒരു കുഴപ്പമില്ല. നീ മാറ്റാൻ പറയുമെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാ ഇത് തന്നെ ഇട്ടത്. കഴിഞ്ഞ ആഴ്ച നിന്റെ പപ്പ ഡൽഹിയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് തന്ന ഇത്. അയ്യോ, അത് മമ്മി നിനക്കാണോ തന്നത്? അതേ പീതാംബരന് കൊടുത്തേക്കെന്ന് പറഞ്ഞ് പപ്പ മമ്മിയുടെ കൈ കൊടുക്കുന്നത് ഞാൻ കണ്ടതാണല്ലോ. അതടിച്ചു മാറ്റിയില്ലേ? വളരെ മോശം, വെരി ബാഡ്. അതും കൊടുത്തേക്ക് പീതാംബരന്. തന്നിച്ചായ, വെരി സോറി. ഇത്രയ്ക്ക് ഡ്രസ് സെൻസ് ഇല്ലാതായി പോലെ നിങ്ങളുടെ മോന്. കണ്ടില്ലേ ഒരു ഷർട്ട് ഇട്ടോണ്ട് എന്റെ കൂടെ വരുന്നത്? ഓഹോ, എടാ മാനേ, ഇവള് പറയണ ശരിയാ. നിന്റെ ഈ ഷർട്ടേ വളരെ മോശം. പപ്പാ, ഒരു കീഴടങ്ങലല്ലാതെ ഇതിന് വേറെ ഒരു മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യാൻ തൽക്കാലം ഒരു മാർഗവും അല്ലേ? അതെ അതെ, എയർ പിടിക്കാതെ കീഴടങ്ങും. മാഷേ, ഡ്രസ് മാറ്റിട്ട് വാ, ഞാൻ വെയിറ്റ് ചെയ്യാം. പീതാംബര, വൈകിട്ട് ഷർട്ട് വാങ്ങിച്ചോളും കേട്ടോ. ചെല്ലടാ, ചെന്ന് മാറ്റ് മോളെ. ബൈ ബൈ. വേഗം ചെല്ലു മാഷേ. സോന, അവിടെ മേരി ആവാസ് സുനോയിൽ 1ാം സ്ഥാനം കിട്ടിയ പ്രകാശ് മാത്യുവിന് സ്വീകരണം. എപ്പോഴാ സംഭവം? ഇന്ന് ഉച്ചക്ക്. അപ്പൊ അടാറായിട്ട് കൂവാൻ ചാൻസ് ഉണ്ട്. കൂവാനാ? അവൻ ഇന്ത്യയിലെ നമ്പർ 1 സിംഗർ ആയിട്ട് വന്നിരിക്കണേ. ഒക്കെ ശരിയാ. മുഹമ്മദ് റാഫിയുടെ പുനർജന്മോ അത് ടിവിയിലെ കണ്ടപ്പോഴേ തോന്നി. പക്ഷെ കോളേജിൽ വന്ന് പഴയ കത്തിപ്പാട്ട് വല്ലതും പാടിയ ഞാൻ കൂവും. ഷുവറാ. വെരി സോറി, ഞാൻ ആദ്യം കൂവും. നിങ്ങൾ ഈ കോളേജിലെ വിദ്യാർത്ഥികളല്ലേ? അതെ. മേരി ആവാസ് സുനോയിലെ മികച്ച ഗായകനായി തിരഞ്ഞെടുത്ത പ്രകാശ് മാത്യുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇനിയിപ്പോ അഭിപ്രായം മാറ്റണം. അതെന്താ? അതായത് അവനൊരു ഗായകനാണെന്ന് ഞങ്ങൾ അറിയുന്നത് തന്നെ ആദ്യം ടിവിയിൽ കാണുമ്പോഴാണ്. അപ്പൊ ഈ കോളേജിലെ പരിപാടികളിലൊന്നും പ്രകാശ് മാത്യു പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ലേ? ഇതുവരെ ഉണ്ടായിട്ടില്ല. അതെന്താ കാരണം? ചിലപ്പോ ഞങ്ങൾ പേടിച്ചിട്ടാവും.
അപ്പൊ ഈ കോളേജും നിങ്ങൾ സുഹൃത്തുക്കളുമാണ് പ്രകാശ് മാത്യുവിന്റെ ഇൻസ്പിറേഷൻ എന്ന് അദ്ദേഹം ഇന്റർവ്യൂവിൽ പറഞ്ഞല്ലോ. ഇനിയിപ്പോ അവൻ ഞങ്ങൾക്ക് ഇൻസ്പിറേഷൻ ആവും. എക്സ്ക്യൂസ് മീ, നമുക്ക് ഈ ഇന്റർവ്യൂ പിന്നീടാവാം. അല്ല പറഞ്ഞു തീർന്നിട്ടില്ല, കുറച്ചുകൂടെ പറയണ്ട. അത് പിന്നെ മനസ്സ് തുറക്കണം. പറയാമേ, എല്ലാവർക്കും പറയാം. കുറച്ച് തിരക്കട്ടെ. Please, വിട്. ആയിക്കോട്ടെ. Please, വിട്. ഈശ്വര, ഇത് കൃത്യസമയത്ത് വേൾഡ് ബാങ്ക് വരുന്നുണ്ട്. ഞാൻ ഇപ്പൊ തന്നെ മനസ്സിൽ ഓർത്തുള്ളൂ, ഒരു 100 രൂപയ്ക്ക് അത്യാവശ്യം ഉണ്ടല്ലോ, എന്താ വഴിയിൽ. ഇത്ര തവണയായി ഓരോ നുണയും പറഞ്ഞ് നീ അവിടെ നിന്ന് കടം വാങ്ങണം. എന്തെങ്കിലും തിരിച്ചു കൊടുത്തിട്ടുണ്ടോ? ഒരു ഇന്ത്യൻ പൗരനായ ഞാൻ ഇന്ത്യയുടെ മഹത്തായ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചല്ലേ പറ്റൂ. അതുകൊണ്ടാണല്ലോ നമ്മൾക്ക് വളരെ റിയലിസ്റ്റിക് ആയ ഒരു പേരിട്ടത്, വേൾഡ് ബാങ്ക്, ലോക ബാങ്ക്. വർഷ, ഗുഡ് മോർണിംഗ്. ഭാഗ്യം, ഏതായാലും മിഠായിക്കൊന്നും പറ്റില്ല. സോറി, ഐ എം റിയലി സോറി. താൻ തടഞ്ഞു വേണതിന് ഞങ്ങളോട് എന്തിനാ സോറി പറയുന്നത്? ഒന്നുമില്ല, എന്നാലും സോറി. താങ്ക് യു. ഓ സോറി, മറന്നു. ബിജു, എന്താ? ബർത്ത്ഡേയാ. ഓ, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു. താങ്ക്സ്. കഴിഞ്ഞ ആഴ്ചയല്ലേ സ്വീറ്റ്സ് തന്നത്? അപ്പൊ ആരുടെ ബർത്ത്ഡേ ആയിരുന്നു? അതെന്റെ. അപ്പോ കഴിഞ്ഞ മാസോ? അത് മമ്മിയുടെ. അപ്പൊ ഇതോ? ഇത് ഗ്രാൻഡ് മദറിന്റെ. ഷീസ് 86 നൗ. എന്റെ അമ്മോ, എടാ ബിജു, നീ പറഞ്ഞ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ തിരിച്ചെടുത്തോ? എനിക്ക് വർഷയോട് ഒരു കാര്യം പറയണ്ടായിരുന്നു. എന്താ പക്ഷേ? ഹലോ. പ്രായമായ 3 സഹോദരിമാര്, രോഗിയായ അമ്മ, വല്ലപ്പോഴും മാത്രം വീട്ടിൽ വരുന്ന മുഴുക്കുടിയനായ അച്ഛൻ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ജീവിക്കുന്ന പാവപ്പെട്ട കുടുംബത്തിലെ നിർധനനായ കോളേജ് വിദ്യാർത്ഥിക്ക് തന്റെ സവാടികളെ പോലെ മോഹങ്ങളുണ്ടാവില്ലേ? അതൊരു തെറ്റാണോ? വല്ലപ്പോഴും ഒരു സിഗരറ്റ് വലിക്കുന്നത്, ഒരു ചായ കുടിക്കുന്നത് പാവാണോ? എന്നിട്ടോ മൂർഖം കടക്കാരൻ ഭാസ്കരേട്ടൻ എന്റെ കുത്തിരി പിടിച്ചു നിർത്തി. ഒരു 100 രൂപ എന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നെങ്കിൽ അയാളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുക്കാമായിരുന്നു. ഞാൻ തന്നല്ലോ, അത് അയാളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തില്ലേ? അത് ജ്യൂസ് കടക്കാരൻ ദേവസ്യേട്ടന്റെ മുഖത്ത്. ഇത് മനസ്സിലായി. ഇങ്ങനെ പല കാരണങ്ങളും പറഞ്ഞ് പല കുട്ടികളും എന്റെ കയ്യിൽ കാശ് വാങ്ങുന്നുണ്ട് ഭവിഷ്യ. എന്നെ കൂടുതൽ പെടുത്തരുത്. അയ്യോ ഇല്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. 100 രൂപയല്ലേ, തരാം. എല്ലാം കൂടി മറക്കാതെ അടുത്ത ആഴ്ച തിരിച്ചു തന്നേക്കണം. ഉറപ്പാണേ? അതുറപ്പ്. അപ്പൊ അങ്കിൾസോ ക്യാൻറ്റീൻസോ? അതവന്റെ പോക്കറ്റ്സിൽ. താങ്ക് യു. ഒരുപാട് ആയിട്ട് അലച്ചതാണ് മോനെ. ഏയ് വർഷ, എനിക്ക് മാത്രം സ്വീറ്റ്സ് തന്നില്ല. ഓ ഐ എം സോറി. ഇയാൾ എനിക്ക് മാത്രം എന്താ സ്വീറ്റ്സ് തരാത്ത? ഐ എം റിയലി സോറി, ഞാൻ മറന്നു. ഇതിപ്പോ ആദ്യമല്ലല്ലോ ഇങ്ങനെ നിനക്ക് സ്വീറ്റ്സ് തരാൻ മറക്കുന്നതും പിന്നെ പ്രത്യേകമായിട്ട് തരുന്നതും. അതിലെന്തോ ഇല്ലേ? അങ്ങനെ അങ്ങനെ വരട്ടെ, ഇത്തവണയും നിനക്ക് സ്പെഷ്യൽ. ഇതിലെന്തോ ഉണ്ട് മോഞ്ഞേ. ഞാൻ പോരാ. കാച്ച്. ഓയ് വർഷ, എന്താ ഇത്? അത് ചോക്ലേറ്റ് ആണോ? വെറും ചോക്ലേറ്റ് അല്ല, സ്പെഷ്യൽ ചോക്ലേറ്റ്. വെരി സോറി. അതെന്താ അവന് മാത്രം സ്പെഷ്യലും ഞങ്ങൾക്കൊക്കെ ഞെണുങ്ങുമുട്ടായും? അതിപ്പോ അറിയാതെ സോറി. എന്റെ കയ്യിൽ വന്നത് ഞാനും കൊടുത്തു, അത്ര തന്നെ. കഴിഞ്ഞ ആഴ്ചത്തെ ബർത്ത്ഡേക്കും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ആയിരുന്നോ? ഞാൻ ഓർക്കുന്നില്ല. കഴിഞ്ഞ മാസത്തെ ബർത്ത്ഡേക്കും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. അപ്പോഴും അങ്ങനെയായിരുന്നോ? അയ്യോ ഐ എം സോറി. അതെ, ഞങ്ങൾക്കൊക്കെ ചോക്ലേറ്റ് തരുമ്പോ അവന് മാത്രം കൊടുക്കാൻ മറക്കുന്ന എന്താ? അത് പിന്നെ കഴിഞ്ഞ ആഴ്ച മറന്നു അല്ലേ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. വല്ല പ്രേമമാണ് പരിപാടിയെങ്കിൽ ഇടിച്ച് ഞാൻ സൂപ്പാക്കും. മനസ്സിലായോ? പോട്ടെ. സോന, ഇതിനി ആരോടും പറഞ്ഞ് ചളവാക്കരുത് കേട്ടോ. അതെനിക്കൊന്ന് ആലോചിക്കണം പ്ലീസ്. അവളൊരു പാവല്ലടാ, നിനക്കതിനെ പ്രേമിച്ചൂടെ? എന്തിനാ ഈ ജാടാ? ആദ്യം വീഴാതെ സ്റ്റെഡിയായിട്ട് നടക്കാൻ പഠിക്കട്ടെ, എന്നിട്ടാവാം. അവൾ ഇപ്പോഴും അമ്മയുടെ മുലപ്പാല് കുടിക്കാറുണ്ടെന്നാണല്ലോ നാട്ടുകാർ പറയുന്നത്. വീഴാനാണെങ്കിൽ തനിച്ച് വീഴാൻ പോരെ, ബാക്കിയുള്ളവരെ കൂടി തള്ളിയിടണോ? സോറി കേട്ടോ. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്ത്യയിലെ തന്നെ യുവ ഗായകന്മാർക്ക് കിട്ടുന്ന
അത്യപൂർവമായ ഒരു ബഹുമതിക്ക് ഉടമസ്ഥനായിരിക്കുകയാണ് നമ്മുടെ കോളേജിലെ MA വിദ്യാർത്ഥിയായ പ്രകാശ് മാത്യു. TV-യിലൂടെ പ്രകാശ് മാത്യുവിന്റെ ഗാനം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ലക്ഷക്കണക്കിന് സംഗീത പ്രേമികളുടെ ആരാധനാ പാത്രവുമായിരിക്കുകയാണ് ഈ യുവഗായകൻ. നമ്മുടെ കലാലയത്തിന് എല്ലാം കൊണ്ട് അഭിമാനിക്കാവുന്ന ഒരു ബഹുമതിയാണിത്. കോളേജ് യൂണിയന്റെ ഒരു ഉപഹാരം പ്രകാശ് മാത്യുവിന് നൽകുവാൻ കോളേജ് യൂണിയൻ ചെയർമാൻ വിദ്യാധരനെ ഞാൻ ക്ഷണിക്കുന്നു. നമ്മുടെ കോളേജിന്റെ അഭിമാനമായ പ്രകാശ് മാത്യു ഇനിയും എത്രയോ ബഹുമതികൾ ഇതുപോലെ നേടിക്കൊണ്ടുവരുമെന്ന ഉറപ്പ് എനിക്കുണ്ട്. കമോൺ ബോയ്സ്, പ്ലീസ് നിർത്തൂ. പ്രകാശ് മാത്യു പാടുന്നതാണ്. പ്ലീസ് പ്രകാശ് മാത്യു. പ്രകാശിന്റെ മേരിയ വസുനയ്ക്കും ഇന്നത്തെ അടിച്ചുപൊളി പാട്ടിനും പിന്നെ ഈ 5 സ്റ്റാർ പാർട്ടിക്കും ഹം ദിൽ ദേ ചുക്കേ സേ. അപ്പോഴേ സാറേ, കള്ളും കുടിച്ചോണ്ട് ഇവിടെ ഇരുന്ന് നേരം വൈകിയ ഞാൻ അങ്ങ് പോകും. അയ്യോ, ഇത് കള്ളല്ല മാഡം. ദിസ് ഈസ് ഇമ്പോർട്ടഡ് ബിയർ ഫ്രം ഹോളണ്ട്. കഴിക്കുന്ന ആൾക്കാരുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഞാൻ ഇതിന് കള്ളെന്ന് വിശേഷിപ്പിച്ചേ ഉള്ളൂ. നമ്മളെ വിട്ടേക്ക് പക്ഷേ. അങ്ങനെ ഓയ്, ഐ ഡോണ്ട് തിങ്ക് സോ. ഹായ് സോന. ഹായ്. സോന മാത്രമേ എനിക്ക് കൺഗ്രാറ്റുലേഷൻസ് പറയാതെ ഉള്ളൂ. ആണോ? ഓക്കേ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. സി, എൻ്റെ ഫാമിലിയിൽ ആരും തന്നെ മ്യൂസിക്കുമായി ഒരു ബന്ധമില്ലാത്തവരാ. യു നോ, മൈ പേരൻസ് ആർ ഇൻ ദ സ്റ്റേറ്റ്സ്. ഇവിടെ നാട്ടിൽ വന്നേ പിന്നെയാണ് എനിക്ക് ഇങ്ങനെ ഒരു ക്രേസ്. അവിടെ ഞാൻ വെസ്റ്റേൺ മ്യൂസിക് ആണ് പഠിച്ചത്. വെൽ, സോനയും നന്നായി പാടുന്നുണ്ടല്ലോ. എന്നെപ്പോലെ ചുമ്മാ ഒരു രസത്തിന് പാടുന്നതോ അതോ ക്ലാസിക്കലായി പഠിച്ചതാണോ? പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് പഠിക്കാൻ ഞാൻ എന്നും വെളുപ്പിന് 4 മണിക്ക് എണീറ്റ് സാധകം ചെയ്യും. 10 years? My goodness. You have a very sweet voice. ആരാ ഗുരു? ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ. ആഹാ. How sweet. How sweet you are. പ്രകാശിന്റെ ചിക്കനും ഫ്രൈഡ് റൈസും തിരക്കേടില്ല അല്ലേ? ഇത് പറയാനാണോ ഈ വിളിച്ചത്? ഛേ, അല്ലടാ, ഒരു വലിയ തമാശ നിന്നോട് പറയാൻ മറന്നു ഞാൻ. അതെന്താ മറന്നു ഞാൻ ആലോചിക്കുന്നത്. നീ കാര്യം പറ. മൂപ്പിലാൻ സ്റ്റേറ്റ്സിൽ തന്നെയാണോ ജനിച്ചതും വളർന്നതും? അല്ല, എനിക്കൊരു സംശയം. എന്താ കാര്യം? പെൺകുട്ടികളോട് സംസാരിക്കുമ്പോ നീ വേർക്കാറുണ്ടോ? പക്ഷേ മൂപ്പിലാൻ ഭയങ്കരമായി വേർത്തു. അതിന് ലക്ഷണം എന്തുവാടാ? അതിന്റെ പേരിലെടാ നിങ്ങൾ പറയാറുള്ള ഈ ഒലിപ്പീര്. ആ, അത് തന്നെ. പ്രകാശൻ എന്നോട് ഒലിപ്പീര് തുടങ്ങി. അവൻ പറയാ ഹൗ സ്വീറ്റ് യു ആർ. നീ എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത്? നിന്നോട് ഒലിപ്പിക്കണമെങ്കിൽ ഒരു കാര്യം തീർച്ചയായും, അവൻ സ്റ്റേറ്റ്സിലല്ല ജനിച്ച വളർന്നു. വല്ല ഉഗാണ്ടയിലോ നിക്കരാഗോലോ ആയിരിക്കും. അല്ല, നീ എന്തോ വലിയ തമാശ പറയാനുണ്ടോ പറഞ്ഞിട്ട്? ഇത് തന്നെ തമാശ. ഇതായിരുന്ന തമാശ. കിടന്നുറങ്ങടാ മരുമാക്രി. ഗുഡ് നൈറ്റ്. എന്റെ മക്കളെ, എന്റെ മക്കളെ, കൈകൾ കുറച്ചുകൂടി മേലോട്ട് ഉയർത്തുക. എന്നിട്ട് മെല്ലെ മുന്നോട്ട് ചലിക്കുക. ദാ ഇങ്ങനെ. എന്റെ മക്കളെ, എന്റെ മക്കളെ, എന്റെ മക്കളെ, പൊക്കിൽ കൊടിയുടെ വേരറുത്ത്. പൊക്കിൽ കൊടിയുടെ വേരറുത്ത്. ആദ്യം അവരെന്നെ തോൽപ്പിച്ചു. ആദ്യം അവരെന്നെ തോൽപ്പിച്ചു. മുലക്കണ്ണുകളിൽ ചെന്നിനായകം പുരട്ടി. നിങ്ങളുടെ വരണ്ട ചുണ്ടുകൾക്ക് നിങ്ങളുടെ വരണ്ട ചുണ്ടുകൾക്ക് എന്റെ മാതൃത്വത്തിന്റെ മധുരം നിഷേധിച്ച്. എന്റെ മാതൃത്വത്തിന്റെ മധുരം വീണ്ടും അവരെന്നെ തോൽപ്പിച്ചു. വീണ്ടും അവരെന്നെ തോൽപ്പിച്ചു. ഇവിടെ അല്ല, അവിടെ. തോൽവികളേറ്റുവാങ്ങാനാണ് നിന്റെ ജന്മം. കണ്ണുനീർ കൊണ്ട് ഒന്നുകൂടി പറയൂ ഗേൾസ്. ഹലോ, കുടിക്കാനൊന്നുമില്ല? പെപ്സി കോള വലിക്കാനും കിട്ടിയില്ല. എത്ര നേരമായി പറഞ്ഞിട്ട്. സാറിനെ പോലെ പ്രശസ്തനായ ഒരു നാടകൃത്തും സംവിധായകനും സത്യനന്ദിക്കാടിന്റെ പുതിയ പടത്തിന് സ്ക്രിപ്റ്റ് എഴുതുന്ന സാറാ, അറിയോ? സാരമില്ല, കുട്ടികളല്ലേ. അജി, സാറിന് കുടിക്കാൻ സിഗരറ്റും 555 വേണം. സാറിന്റെ ബ്രാൻഡ് അതാ. ചിക്കിലുണ്ടോ കയ്യിൽ 555? ഇന്നലെ തന്നെ തീർന്നോ? അത് ഇന്നലെ തന്നെ ടാക്സി കൊടുത്തില്ലേ? വേൾഡ് ബാങ്ക് വരുന്നുണ്ട്. വർഷം ഞങ്ങൾക്കൊരു ഉപകാരം ചെയ്യണം. ആ ബുജി ഭയങ്കര എക്സ്പെൻസീവാ. കാറിലെ വരൂ, 555 വലിക്കൂ. എന്തൊക്കെയാ ബുജിയുടെ ഡിമാൻഡ്? ബജി ബജിയല്ല, ബുജി, ബുദ്ധിജീവി. അയാൾക്ക് ഒരു ദിവസം 1500 രൂപ ചെലവാ. ഞങ്ങൾ നോക്കിയിട്ട് അത്രയൊന്നും പിരിഞ്ഞു കിട്ടുന്നില്ല. ഒരു 500 രൂപ ഒന്ന് സഹായിക്കണം. കടമായിട്ട് മതി, തിരിച്ചു തന്നേക്കാം. രൂപ തരാം, പക്ഷേ തിരിച്ചു തരൂല്ലോ അല്ലേ? ആരും എന്റെ വാങ്ങിച്ചാ തിരിച്ചു തരാറില്ല, അതുകൊണ്ടാ. ഞങ്ങൾ തരും, ഉറപ്പാ. പ്രിൻസിപ്പാൾ ഫണ്ട് അനുവദിച്ചെന്നാ അപ്പ തരും.
താങ്ക് യു. അതാ അവൾ. അങ്ങനെയല്ല, അതാ അവൾ എന്ന് പറയുമ്പോൾ സദസ്സിന് നേരെ ഇങ്ങനെ കൈ ചൂണ്ടണം. അതാ അവൾ, അന്യയാണവൾ, അബലയാണവൾ, പരിത്യക്തയാണവൾ, കാലത്തിന്റെ ഇടനാഴിയിൽ കാലിടറി വീഴാൻ വിധിക്കപ്പെട്ടവൾ. അടുത്ത ഡയലോഗ് ഇറങ്ങാം. തളർന്നു വീണ വഴിയിൽ ആരാണ് ഇവളെ അന്യയാക്കിയത്? എവിടെയാണ് ഇവൾക്കൊരു മോചനമാർഗം? എവിടെ ആ പകൽമാന്യം? എവിടെയാണ് ജീർണത നിറഞ്ഞ സമയം? എവിടെയാണ് സർവസാക്ഷിയായ ദൈവം? എവിടെയാണ് സർവസാക്ഷിയായ ദൈവം? എവിടെയാണ് പുറത്തേക്കുള്ള വാതിൽ? എങ്കിൽ നമുക്ക് പോകാം. കണ്ണും കണ്ണും കൊള്ളയടിത്താൽ കാതൽ என்று அர்த்தம். அஜிங்கி சக்க ஜிங்கி சக்க ஜிங்கி சக்க பூவை வந்தே கொள்ளையடித்தால் மோகம் என்று அர்த்தம். அஜிங்கி சக்க ஜிங்கி சக்க. யார் நீங்க? என்ன வேணும்? தமிழ்த்தியா? பின்ன நான் என்ன நேபாளியா? தமிழே தான். கொஞ்சம் தண்ணி வேணும். தண்ணி குடுக்கறதுக்கு நான் என்ன மினரல் வாட்டர் கடையா நடத்திட்டு இருக்கேன்? பாபா, அச்சோ, போன் பண்ணி அடிக்குது. கோ அவுட் மேன். டெலிபோன் பண்ணி போல் சிரிப்பா வள்ளியவனா? ஹலோ யா, இங்க மோன இல்ல போன இல்ல, நான் தே இருக்கிறேன். சன்னா சன்னு நீ வரலீங்க டாக்டர்மா. அவங்க வந்தா நானே காப்பி போட்டு கொடுத்துறேன். சரிங்க டாக்டர்மா, வச்சிட்டுங்களா? சரிங்க. மெல்போர்ன் மணிப்பலா. ஐயோ, அந்த தண்ணி கட்ட பையன் தான் சன்னா இருப்பான் போல் இருக்கு. தெரியாதனமா திட்டிவிட்டேன். அட சன்னா! ஐயோ, அந்த பையனை காணுமே. ஹலோ தம்பி, பிரதர். சாரிங்க, நீங்க இல்லைங்க. சாரிங்க. இந்த பையன் அந்த பையன் இல்ல. அப்ப வந்த பையன் எந்த பையன்? டோட்டலி ஐ அம் கன்ஃபியூஸ்ட். ஹூ இஸ் த பிளாக் ஷிப்?